ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ രാവിലെ തന്നെ ഇത് ഗാരേജിലൊക്കെ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ താറിന് ചെറുതായിട്ട് ചെറിയൊരു പണി കിട്ടി, അപ്പോൾ നന്നാക്കാൻ വന്നതാണ്. അപ്പോൾ ഗായ്സ്, ബാക്കിൽ കിടക്കുന്ന നമ്മളെ വണ്ടി. ഗായ്സ്, ആരോ ഒന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഫോണൊന്ന് എടുത്തു നോക്കാം. ഹലോ ഹലോ, അടാ ഇത് ഞാനാടാ സണ്ണി. നീ എനിക്കൊരു ഉപകാരം ചെയ്യൂ. നീയായിരുന്നോ? എന്താ കാര്യം? എന്താ? എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാനൊരു വണ്ടി ഡെലിവറി ചെയ്തിട്ടുണ്ട്. ആ വണ്ടി അത്ര സേഫ് അല്ല. നീ ഒന്ന് എടുത്തിട്ട് എൻ്റെ അറിയണ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി വെക്കൂ. ഓക്കേടാ, ഞാൻ എടുത്തിട്ട് വരാം. അപ്പോൾ ഗായ്സ്, സണ്ണി പറയണേ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ട് വണ്ടി ഡെലിവറി ചെയ്തിട്ടുണ്ട്. അത് അത്ര സേഫ് അല്ല എന്ന് എടുക്കാനാണ്. ഗായ്സ്, നമ്മൾ വഴിയുമ്പൊക്കെ നടക്കാണ്. നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം, വീട് സെറ്റാക്കി തരും. ഗായ്സ്, നമ്മൾ നേരെ അവിടേക്ക് പോകാമെന്നുള്ള പരിപാടിയിലാണ്. താറ് നന്നാക്കി കിട്ടിയോണ്ട് നമ്മൾ ഇതെടുത്ത് അങ്ങനെ നേരെ അങ്ങ് പോവാണ്. ഗായ്സ്, ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ ആണെന്നാണ് പറഞ്ഞത്. ട്രാഫിക്കിൽ പെട്ടു ഗായ്സ്. നമുക്ക് വണ്ടി എടുത്ത് പോവാം. ലോറിൻ്റെ മുമ്പിൽ പോയി ഗൈസ്, നമ്മൾ ചെറുതായിട്ടൊന്ന് റോഡ് തെറ്റി ഇവിടുന്ന് വളച്ചെടുക്കാം. ലൊക്കേഷൻ ഇവിടെ എവിടെയാണ് വരുന്നത്? ഗൈസ്, നമുക്ക് എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി തപ്പി നോക്കാം. അപ്പോൾ ഗൈസ്, ഇവിടെ ആണ് ഡെലിവറി ചെയ്തത്. നമുക്കൊന്ന് ഇറങ്ങി തപ്പി നോക്കാം. കാണുന്നില്ല, നമുക്ക് സണ്ണിനെ വിളിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നില്ല അവിടെ നിർത്തിയിട്ട്. ഇപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് മറ്റേ വണ്ടി എവിടെയാണെന്ന് തപ്പി നോക്കാം. ഇവിടെ ആണ് പറഞ്ഞത്. ഇപ്പോൾ ഗൈസ്, നമുക്ക് ചെറുതായിട്ടൊന്ന് തെറ്റി. അപ്പുറത്തായിരുന്നു വണ്ടി ഇട്ടായിരുന്നത്. ഇതാ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. വീട് മാറി കയറിപ്പോയി ഗൈസ്. ഗൈസ്, ഇതാണ് വണ്ടി. ജയ്ഗുരു ഗാങ്സ്റ്റർ ഏതെന്താ? അപ്പോൾ ഗൈസ്, ഇത് ഒരു കാരവാനാണ് ഗൈസ്, വണ്ടിയല്ല, കാരവാനാണ് ഗൈസ്. നമ്മളാണ് ഒരു വണ്ടി തപ്പി നടക്കുമായിരുന്നു. ഒരു കാരവാനുള്ളൊരു വീടൊക്കെ നടക്കായിരുന്നു. അപ്പോൾ ആളെ വിളിച്ചൊന്ന് ചോദിച്ച് നോക്കാം, ഈ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഗൈസ്, അവനാണ് വിളിക്കുന്നത്. നമുക്ക് ഫോണൊന്ന് എടുത്ത് നോക്കാം. എടാ, നീ വണ്ടി എടുത്തോ? എടാ, ഞാൻ വണ്ടി എടുത്ത്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വണ്ടി ഞാൻ നിർത്തുന്നത്. അവനോട് നമ്മൾ കുറേ സമയത്തിന് ശേഷം യുദ്ധം ചെയ്ത് ഗൈസ്. അവസാനം അവൻ സമ്മതിച്ചു ഗൈസ്. 3 കോടിക്കാട്ടി ഉറപ്പിച്ചത്. ഇപ്പോൾ ഗൈസ്, നമുക്ക് ഈ വണ്ടിയും കൊണ്ട് നമ്മുടെ ഷോറൂമിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നന്നായി വീണ്ടും വണ്ടി കൊണ്ട് സ്ഥലം വിടാം ഗൈസ്. വണ്ടി നമുക്ക് ഗ്യാരേജിൽ എത്തിക്കണം. മുട്ടാതെ എത്തിക്കണം. ചെറിയ ചില്ലറ പരിപാടികളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് വണ്ടി കണ്ടെത്താൻ. ഗൈസ്, നമുക്ക് പെട്ടെന്ന് ഗ്യാരേജൊക്കെ എത്തിക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ അവനെ പറഞ്ഞാൽ സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കത്തെ വണ്ടീനെ ചെറുതായിട്ടൊന്ന് തട്ടി. അപ്പോൾ നല്ല ഇടിയും മിന്നലുള്ള നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്. സ്കിഡാവാതെ നോക്കണം. പെട്ടെന്ന് തന്നെ എത്തിക്കേണ്ടതുണ്ട് ഗൈസ്. നമുക്ക് വണ്ടി വേഗം പറപ്പിച്ച് വിടാം. നല്ല മഴ പെയ്യുന്നുണ്ട്, അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് വണ്ടി കൊണ്ട് വേഗം പറപ്പിച്ച് വിടാം. എനിക്ക് ചെറുതായിട്ട് പെയിൻ്റ് അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് ഗ്രാഫിക്സ് ഒക്കെ ഒന്ന് മാറ്റാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട്. നമ്മുടെ ഗാരേജ് എത്താനായി. പിസ്സാഹട്ടിൻ്റെ അപ്പുറത്തുള്ളതാണ് നമ്മുടെ ഗാരേജ്. നമുക്ക് വണ്ടി അവിടെ എത്തിയിട്ട് സൈഡാക്കാം ഗൈസ്. ഇവിടെയാണ് നമ്മൾ തട്ടി എന്ന് വിചാരിച്ചു, പക്ഷേ തട്ടിയില്ല ഗൈസ്. നമുക്ക് നൈസിന് തട്ടാതെ കയറ്റാൻ ഫൈനലി സക്സസ്ഫുള്ളി ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വണ്ടീൻ്റെ പെയിൻ്റൊക്കെ ഒന്ന് മാറ്റണം. വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.